ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ബോൾ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ഡിഷാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്. ഒട്ടും പഴുക്കാത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഈന്തപ്പഴമാണ്. അത് 2 കപ്പ് ഈന്തപ്പഴം, പിന്നെ കുറച്ച് കാഷ്യൂനട്ടും. പഴം ഒന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു സ്റ്റീമറിലേക്ക് പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ഞാൻ സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത്. വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നതിനേക്കാളും നല്ലൊരു സ്റ്റീം ചെയ്തെടുക്കുന്നതാണ്. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈന്തപ്പഴം ഇതുപോലെ കുരു കളഞ്ഞ് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് അരച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഇത് റോൾ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ അരച്ചെടുക്കണം. ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇതെങ്ങനെയാണ് ഇനി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി ഇതിൽ നിന്നും കുറച്ച് ഡേറ്റ്സ് എടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കാഷ്യൂനട്ട് വെച്ച് ഫുള്ളായിട്ട് കവർ ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് ബോളാക്കി എടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ചൂടോടുകൂടി തന്നെ സ്മാഷ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് ഉടഞ്ഞു വരില്ല. ആദ്യം ഒരു സ്മാഷർ എടുത്തിട്ട് നന്നായി സ്മാഷ് ചെയ്യാം. പിന്നെ കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കയ്യിലെടുത്തിട്ട് ഇത് നോക്കുക, നന്നായിട്ടിത് ബോളായി വരുന്നുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ ഇത് ഒന്നും കൂടി കൈവച്ച് നന്നായി കുഴച്ചെടുക്കുക. ആദ്യം തന്നെ കയ്യിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. അതിനുശേഷം കുറച്ച് പഴം എടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് പരത്തി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നേരത്തെ മാറ്റി വെച്ച ഡേറ്റ്സിൻ്റെ റോളുണ്ടല്ലോ, അതെടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്ത് ഒരു ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ബോൾസ് ആക്കി എടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതൊന്ന് ലൂസായിട്ട് കലക്കി വെക്കാം. പിന്നെ വേണ്ടത് കുറച്ച് റൊട്ടിപ്പൊടിയാണ്. ആദ്യം മൈദയിലേക്ക് ഡിപ്പ് ചെയ്ത് ഇത് റൊട്ടിപ്പൊടിയിൽ റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഒരു പ്രാവശ്യം കൂടി വീണ്ടും മൈദയിലേക്ക് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ ഡബിൾ കോട്ടിങ് കൊടുക്കുന്നത് കൊണ്ട് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ എല്ലാം ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവരും ഇത് ഇഫ്താറിന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി ഒരു കിടിലൻ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.